പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 3 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് അറിയാമോ? സ്ഥാനാർത്ഥികൾ ഭരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം, മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളത്തെ പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ വാർഡുകളിലെ ആണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ നാളെയാണ്. വിഴിഞ്ഞം വാർഡിൽ BJP ജയിച്ചാൽ കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം തികയ്ക്കാനാകും. റാഹീസ് റഷീദും അർജുൻ മട്ടന്നൂരും സോണൽ കൃഷ്ണയും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് റാഹീസ്, ഗുഡ് മോർണിംഗ് അർജുൻ, ഗുഡ് മോർണിംഗ് സോണൽ. ആദ്യം സോണലിലേക്ക് പോകുന്നു. സോണൽ, പായിമ്പാടത്ത് എന്തോ ചെറിയ തർക്കമൊക്കെ കേൾക്കുന്നുണ്ട്. രാവിലെ 3 വോട്ടെടുപ്പ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തിക്കും തിരക്കുമൊക്കെ ഉണ്ടോ? രാവിലെ നല്ല പോളിംഗ് ആണോ രാവിലെ മുതൽ നടക്കുന്നത്? ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു, ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എന്താണ് പായിമ്പാടത്തെ അവസ്ഥ സോണൽ? സോണൽ കേൾക്കാമോ? പായിമ്പാടത്തെ അവസ്ഥ എന്താണ് സോണൽ? പായിമ്പാടത്ത് രാവിലെ തന്നെ ആളുകൾ എത്തുന്നുണ്ട്, വോട്ടേഴ്സ് എത്തുന്നുണ്ട്. സുഗമമായി വോട്ട് ചെയ്യാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് ഈ വോട്ട് ചെയ്യുന്ന സ്കൂളിന് പുറത്ത് ചെറിയൊരു വാക്ക് തർക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. 2 പക്ഷത്തുള്ളവരും തമ്മിൽ, അതായത് അകത്ത് കടക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു തർക്കമായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ പോലീസ് ഇടപെട്ട് അത് കൃത്യമായി നിയന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സുഗമമായി വോട്ടേഴ്സിന് ഇവിടെ എത്തി വോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഇതിൽ നമുക്ക് പ്രധാനമായി പറയേണ്ടത് ഈ വട്ടത്ത് ഹസീന എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അവർ മരണപ്പെടുന്നത്. അതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? UDF സ്ഥാനാർത്ഥിയായിട്ട് പകരം മത്സരിക്കുന്നത് സുബൈദയാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സബീന ടീച്ചറും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അനിതയുമാണ്. രാവിലെ തന്നെ ഈ പായമ്പാടത്ത് സുഗമമായി വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. മറ്റ് തർക്കങ്ങളോ വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ വാർഡിൽ 7ാം വാർഡിൽ ഏകദേശം 950 വോട്ടർമാരാണ് നിലവിലുള്ളത്. 462 പുരുഷന്മാരും 488 സ്ത്രീകളുമാണ് നിലവിലുള്ളത്. എന്തായാലും സുഗമമായി വോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയുണ്ട് വാർഡിന്റെ ഒരു സ്ഥിതി എങ്ങനെയാ? ഭയങ്കര സ്ട്രോങ്ങില് നടക്കുകയാണ്. വെരി ഗുഡ്. എന്തായാലും വോട്ട് ചെയ്യാൻ എത്തുന്നവരൊക്കെ സന്തോഷമാണ്. UDFന് വലിയ തിരക്കൊന്നും അധികമില്ല. പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് വലിയ സ്വാധീനം. കഴിഞ്ഞ തവണ ആരായിരുന്നു അവിടെ വാർഡ് സോണൽ? ഇത് അരുൺകുമാർ, പ്രധാനമായി പറയേണ്ടത് ഇത് പുതിയ വാർഡാണ്. ഈ വിഭജനവുമായി ബന്ധപ്പെട്ട് പുതിയ വാർഡാണ് ഈ 7ാം വാർഡായിട്ടുള്ള പായിമ്പാടം. അതുകൊണ്ട് തന്നെ ഇത്തവണ അറിയാം ആർക്കായിരിക്കും ഈ വാർഡിൽ സ്വാധീനം എന്നുള്ളത്. നമുക്കറിയാം ഈ പഞ്ചായത്തിൽ 18 വാർഡുകളാണ് നിലവിലുള്ളത്. അതിൽ 17 എണ്ണത്തിൽ മത്സരം കഴിഞ്ഞപ്പോൾ 16 എണ്ണത്തിൽ UDFും 1 എണ്ണത്തിൽ മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ നമ്മൾ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് UDFന് പ്രധാനമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു വാർഡ് കൂടിയാണ് ഈ 7ാം വാർഡായിട്ടുള്ള പായിമ്പാടം. എന്തായാലും തിരഞ്ഞെടുപ്പ് ഇവിടെ പുരോഗമിക്കുന്നുണ്ട് സുഗമമായി. തിരക്ക് വളരെ കുറവാണ്. പ്രായമായവരൊക്കെ തന്നെ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സുഗമമായി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എത്താൻ കഴിയുന്നുണ്ട്. വോട്ട് പായിമ്പാടത്ത് നിന്ന്. ഒരു കാര്യം കൂടി സോണൽ ചോദിച്ചോട്ടെ, ഈ വിജയം ആരുടെയും പഞ്ചായത്ത് ഭരണമൊന്നും നഷ്ടപ്പെടുത്താനോ ഒന്നും സാധ്യതയില്ലല്ലോ അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും. കാരണം പഞ്ചായത്തിൽ ഭൂരിപക്ഷവും UDFന്റെ കൈകളിലാണ് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ. പ്രിയപ്പെട്ട പായിമ്പാടത്തെ വോട്ടർമാരെ അവിടെ സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകാനായിട്ട് അവിടെ ബൂത്തിന്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും.